കാണാം. ഇന്ന് ഇത് സംഭവിക്കും. കടയടച്ചിടൽ സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും വ്യാപാരികളുമായി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം ഓൺലൈനായാണ് ചർച്ച. ഈ മാസം 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടുമെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചത്. വേതന പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ പ്രധാന വിഷയമാവും. ഈ മാസത്തേക്ക് വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ മാത്രമാണ് റേഷൻ കടകളിലുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്ന് വിതരണം ചെയ്തു തുടങ്ങും. 2 ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. 62 ലക്ഷത്തിലേറെ പേർക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുക. ഇതിന് 1604 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും. ജനുവരിയിലെ പെൻഷനും ഒപ്പം 1 ഗഡു കുടിശ്ശികയുമാണ് ഇത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ഇന്നും പോലീസ് ചോദ്യം ചെയ്യും. രാവിലെ 10-ന് തുടങ്ങുന്ന നടപടി വൈകിട്ട് 4 വരെ തുടരും. ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് 2ാം ദിവസമാണ്. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 16 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 371 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ കേസിൽ പ്രോസിക്യൂഷന്റെ പ്രാഥമിക വാദമാണ് ഇന്ന് തുടങ്ങുന്നത്. G. മോഹൻ രാജാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. കമ്മീഷന്റെ നിയമനം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് CS ഡയസ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസനെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലായിരുന്ന ജോൺസനെ അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഋതുവിനെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്നലെ ഋതുവിന്റെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊല്ലം കുണ്ടറയിൽ മുത്തച്ഛൻ പ്രതിയായ പോക്സോ കേസിൽ കൊട്ടാരക്കര അതിവേഗ കോടതി ഇന്ന് വിധി പറയും. 11ഉം 13ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ മനംനൊന്ത് 11കാരി തൂങ്ങി മരിച്ചെന്നുമാണ് കേസ്. പ്രതിയുടെ ഭാര്യയുടെ മൊഴിയാണ് അന്ന് കേസിൽ നിർണായകമായതെങ്കിലും വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു. 2017 ജനുവരി 15-ന് 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതോടെയാണ് പീഡന വിവരം പുറംലോകം അറിഞ്ഞത്. കിങ്ഫിഷർ വിമാനത്തിൽ ബോംബ് വെച്ചെന്ന കേസിലെ പ്രതിക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. 15 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. വലിയറത്തല സ്വദേശി രാജശേഖരൻ നായർ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ കിങ്ഫിഷർ വിമാനത്തിൽ നാടൻ ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്തെ ഫ്ലൈറ്റ് സർവീസ് പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 18ാം റൗണ്ട് മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. കൊൽക്കത്തയിലെ വിവേകാനന്ദ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് കേരളത്തിന്റെ എതിരാളികൾ. 17 കളികളിൽ നിന്ന് 6 ജയവും 3 സമനിലയും 8 പരാജയവുമായി 21 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന് മത്സരം ജയിക്കാനായാൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാം.